സാറിന് നമസ്കാരം. ഇന്ന് നമ്മൾ സിനിമ റിവ്യൂ ഒന്നുമല്ല. ഇന്ന് നമ്മൾ സമൂഹത്തിനോടുള്ള ചില ചോദ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, ഞാനൊരു 90s കിഡാണ്. അപ്പോൾ നമ്മുടെയൊക്കെ സമയത്ത് ജാതി മത വർഗ ഭേദമന്യേ ഇതൊന്നൊരു പ്രശ്നമല്ലാണ്ട് നമ്മൾ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും എന്താ പറയുക അങ്ങനെയുള്ള ബന്ധങ്ങളിൽ കഴിഞ്ഞൊരു കാലഘട്ടമുണ്ട്. അവിടെ ജാതി പ്രശ്നമില്ല, മതം പ്രശ്നമില്ല, വർഗം പ്രശ്നമില്ല, ഒരു മൈരും പ്രശ്നമില്ല. തെറി വരും. അപ്പം സമൂഹമേ, നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലെ സാമുദായികമായ മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മുടെ ഇടയിൽ ഇന്ന് റൈറ്റ് വിങ് പൊളിറ്റിക്സ്, നമ്മുടെ രാജ്യമായാലും ഇനി ലോകത്തിൻ്റെ മറ്റേത് ഭാഗങ്ങളിലായാലും ഇന്ന് റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഹൈലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി. അത് കാരണം ഹൈലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റികളിലാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഗീബൽഷ്യൻ തന്ത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ പറയുന്നത്, വലതുപക്ഷ രാഷ്ട്രീയം എന്നും ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോയിരുന്നൊരു കാലഘട്ടവും ഉണ്ടായിരുന്നു. അത് പൊട്ട രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടവും ഉണ്ടായിരുന്നു. റൈറ്റ് വിങ് പൊളിറ്റിക്സിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഘടകം നമ്മുടെ ദേശസ്നേഹം എന്ന പേരിലറിയപ്പെടുന്ന പ്രവൃത്തിയാണ്. അത് എപ്പോഴും വേണം എന്ന് വിശ്വസിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയാണ് ഞാനും. ദേശസ്നേഹം നമുക്കെല്ലാവർക്കും വേണം. ബിക്കോസ് ദാറ്റ്സ് അവർ ഐഡൻറ്റിറ്റി. അത് മാത്രമേ എനിക്ക് റൈറ്റ് വിങ് പൊളിറ്റിക്സിൽ ഇഷ്ടമുള്ളൂ. വലതുപക്ഷ രാഷ്ട്രീയം അതർവൈസ് ഗീബൽസിൻ്റെ തന്ത്രങ്ങളാണ്. അതായത് ഒരുപാട് ഫാർ വിങ് റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന ഫാർ റൈറ്റ് വിങ് പൊളിറ്റിക്സ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യമായാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് അതാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഇൻ അമേരിക്ക, ഈവൻ ഇൻ യൂറോപ്പ്, ഈവൻ ഇൻ പോളണ്ടിനെ കുറിച്ചൊന്നും പറയരുത് എന്ന് പറയുന്ന ശ്രീനിവാസൻ്റെ കാലഘട്ടമൊക്കെ മാറി. അവിടെയും റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആണ്. ഈവൻ ഇൻ ഹംഗറി, ഈവൻ ഇൻ ജർമ്മനിയിൽ അത് ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. ഈവൻ ഇൻ ഇറ്റലി. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി, ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധം, ഡൊണാൾഡ് ട്രംപ് മൈ ബ്രണ്ടിനോടുള്ള ബന്ധം, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആണ് ഇതിനൊക്കെ കാരണം. ഒരേ രീതിയിൽ ചിന്തിക്കുന്നവർ ഇന്ന് ലോകം ഭരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഗീബൽസ്യൻ തന്ത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്താണ് ഗീബൽസ്യൻ തന്ത്രം? ഗീബൽസ് എന്ന് പറയുന്ന വ്യക്തി മിസ്റ്റർ ട്രംപിൻ്റെ ട്രംപല്ല കേട്ടോ, പഴയ ട്രംപായിരുന്ന മിസ്റ്റർ ഹിറ്റ്ലറിൻ്റെ ഏകദേശം ഒരു 6 മില്യൺ ആൾക്കാരെ മറ്റോ കൊന്നൊടുക്കിയ, അതായത് ഇൻഡസ്ട്രിയൽ ലെവലിൽ ഒരു രാജ്യം, നമ്മുടെ പറയുകയാണെങ്കിൽ സോവിയറ്റ് റഷ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സോവിയറ്റ് റഷ്യയിലുണ്ടായിരുന്ന മിസ്റ്റർ സ്റ്റാലിൻ, അദ്ദേഹം അതിൽ കൂടുതൽ ആളുകളെ കൊന്നിട്ടുണ്ട്. അത് യുദ്ധങ്ങളിലും ഫാമിൻ എന്താ പറയുക, ക്ഷാമം തുടങ്ങിയ വികാസങ്ങളിലും ആയിട്ടാണ് അത് നടന്നിട്ടുള്ളത്. പക്ഷേ ഹിറ്റ്ലർ എന്തുകൊണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാകുന്നു? അദ്ദേഹം ഇൻഡസ്ട്രിയൽ ലെവൽ കില്ലിംഗ് ഓഫ് പീപ്പിൾ നടത്തിയ ആളാണ്. ആളുകളെ കൊല്ലുന്നതിന് വേണ്ടി മാത്രം അയാൾ ഒരു ഫാക്ടറികൾ എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ പോളണ്ടിൽ പോയാൽ ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമാണ്. ഓഷ്വിറ്റ്സ്, ബക്കൻവാൾഡ് തുടങ്ങിയ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. ഇവിടെയെല്ലാം ആളുകളെ നിഷ്കരുണം വിഷവാതകത്തിനിടയിൽ നിർത്തിക്കൊണ്ട് കൊല്ലുന്നു, കത്തിച്ച് കളയുന്നു.
എമിൽ ഹർഷ് എന്നറിയപ്പെടുന്ന ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അത്രേ. എമിലിന്നോ മറ്റാണ് അവളുടെ പേര്. ഈ ഓഷ്വിറ്റ്സ് ഇൻ പോളണ്ട്, അവർ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ശരീരത്തിൽ പല 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 പരീക്ഷണങ്ങളും നടത്തി അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ഹ്യൂമൻ തോല്, അവരുടെ ശരീരത്തിലെ സ്കിൻ എടുത്തുകൊണ്ട് എന്താ പറയുക, നമ്മുടെ ലാംപ് ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ പ്രൂഫുകളുണ്ടായിരുന്നു. ഇത്രയും ക്രൂരമായി ചിന്തിക്കാൻ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നു? ഈ ഗീബൽസിൻ തന്ത്രമാണ് അതിന് കാരണം. വളരെ പതിയെ അർദ്ധസത്യങ്ങൾ സത്യങ്ങളാക്കി മാറ്റുക, നുണകൾ പലവട്ടം പറഞ്ഞ് അത് സത്യങ്ങളാക്കി മാറ്റുക. ഇതൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും മറ്റുള്ളവരെ വെറുക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് ഇതിൽ നമ്മൾ അവരെ നശിപ്പിക്കുക, അവരെ കൊല്ലുക, അവരുടെ ശരീരം പോലും നശിപ്പിച്ച് അവരെ വെറും നികൃഷ്ടമായി കാണുക. ഈ സ്കിന്ന് മുറിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചുവന്ന ചോരയാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള റൈറ്റ് വിങ് പൊളിറ്റിക്സാണ് ഇന്ന് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ചിന്തിച്ച് നോക്കുക, ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് നല്ലതിനാണോ? അത് ഇത് ലോകവ്യാപകമായി ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് ലോകം മുഴുവൻ പോകുന്നതിന് ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാകും. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. Eventually, the world is what will happen? Eventually, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ ചിന്താഗതികളും എല്ലാം മാറിക്കൊണ്ട് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് ലോകം പോകും. അതവസാനം യുദ്ധത്തിലോ ഡിസാസ്റ്ററിലോ ചെന്ന് അവസാനിപ്പിക്കും. അതാണ് എന്നും റൈറ്റ് വിങ് പൊളിറ്റിക്സ് നമുക്ക് തന്നിട്ടുള്ളത്. ലോകചരിത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാവരും അതിനുവേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം. ഇനിയും ദ ഫേസ് ഓഫ് അനൂപ് വിൻസെൻ്റ് വിൽ കം ബാക്ക് വിത്ത് സം അതർ തോട്ട്സ്. നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അവകാശമുണ്ട്. അക്കോർഡിംഗ് ടു ലോ യു ക്യാൻ ട്രോൾ മീ. അക്കോർഡിംഗ് ടു ലോ യു ക്യാൻ ഡു whatever the fuck you want, you motherfuckers. താങ്ക് യു. നന്ദി, നമസ്കാരം.